ബിഗ് ബോസ് താരവും നടനുമായ ഷിയാസ് കരീമിനെതിരെ സാമ്പത്തിക ലൈംഗിക ചൂഷണ പരാതി. കൊച്ചിയിൽ താമസിക്കുന്ന യുവതിയാണ് പരാതി നൽകിയത്. 65 ലക്ഷം രൂപ തട്ടിയെടുത്തതായും. ഷിയാസ് കരീം അങ്ങനെ വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ അനുമോളുടെ ഒരു കേസും പറഞ്ഞ് ഇപ്പോൾ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. വീണ്ടും പുള്ളിക്കാരൻ ഏറി കയറിയിരിക്കുകയാണ്. അത് പണ്ടത്തെ ഒരു വീഡിയോയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട് മറ്റേ അനുമോൾ BJP ബീഫ് നിന്നിൻ്റെ സംഭവം BJP സപ്പോർട്ടറാണോ എന്ന് ചോദിച്ചിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ആ കോൺട്രവേഴ്സി ബേസ് ചെയ്ത് നല്ല രീതിയിൽ ഷിയാസ് കരീം എയറിലായിരുന്നു. എന്തായാലും ഇതിപ്പോൾ രണ്ടാമത്തെ കേസാണ് ഷിയാസ് കരീമിൻ്റെ പേരിൽ ഇതേപോലെ പീഡന പരാതി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷിയാസ് കരീം പ്രതികരിച്ചുകൊണ്ടൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അത് ഷിയാസ് കരീം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ഫേക്കായിട്ടുള്ള ഇതാണ്, സ്ത്രീകൾക്ക് ഈ നാട്ടിലുള്ള നിയമങ്ങൾ അത് ഭയങ്കര ഇതാണ്, അതായത് ഭയങ്കര കള്ളക്കേസാണെന്നൊക്കെയാണ് ഷിയാസ് കരീം ആദ്യം പറയുന്നത്. ഷിയാസ് കരീമിൻ്റെ ഒരു വോയിസ് നോട്ടൊക്കെ കോളിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ സ്ത്രീനെ ആദ്യം അറിയില്ല, അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം ഇത് കള്ളക്കേസാന്നൊക്കെ ഷിയാസ് കരീം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് എവിടെയാണെന്ന് പറഞ്ഞാൽ ഷിയാസ് കരീമിൻ്റെ ഒരു ഓഡിയോ ലീക്ക് ആയിട്ടുണ്ട്. ആ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. അത് ഷിയാസ് കരീം ഈ പുള്ളിക്കാരിയോട്ട് വോയിസ് നോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ചാറ്റ് ചെയ്യുന്ന ഓഡിയോ. ആ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. എന്നാലും ആ ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. ഇപ്പോൾ ഷിയാസ് കരീം പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിന് മുമ്പേ എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആണ്. പിന്നെ ഈ സ്ത്രീക്ക് ഏകദേശം 65 ലക്ഷം രൂപ കേട്ടോ ഈ പുള്ളിക്കാരൻ. അതായത് പറ്റിച്ചു എന്ന് പറയുന്നത് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈന്റ് ചെയ്തത്. ആദ്യം പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഇതേപോലെ കംപ്ലൈന്റ് ചെയ്ത സമയത്ത് ഈ സ്ത്രീ പോയി കംപ്ലൈന്റ് ചെയ്ത സമയത്ത് പോലീസ് കേസ് എടുത്തില്ല. അതിന് മുന്നേയായിട്ട് ഷിയാസിനെ വിളിച്ചപ്പോഴത്തേക്കും ആദ്യം ഷിയാസിനോട് ചോദിച്ചു, അതായത് ഈ സ്ത്രീനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഷിയാസ് ഇല്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഈ പുള്ളിക്കാരൻ്റെ എന്തോ വൈഫിൻ്റെ എന്തോ ഡെലിവറി എങ്ങാണ്ടായിരുന്നു ആ സമയത്ത്. പുള്ളിക്കാരൻ എന്തോ ഹോസ്പിറ്റലിൽ എന്തോ ആയിരുന്നു. ആ സമയത്തായിരുന്നു വിളിച്ചത്. പിന്നെ പുള്ളിക്കാരൻ്റെ അതായത് പുള്ളിക്കാരൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത്രയും കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ അതേ ദിവസം രാത്രിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. നോൺ ബെയിലബിൾ ഒഫൻസിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഷിയാസ് കരീം കുറേ ഇതൊക്കെ നോക്കുന്നുണ്ട്, മുൻകൂർ ജാമ്യമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് ഈ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷമായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഷിയാസ് കരീം വന്നത്. 60 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പോൾ കേസ് നിൽക്കല്ല. എനിക്ക് FIR ഒട്ടും അറിയില്ല. പക്ഷേ ഇത് ഞാനൊരു ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങടെ നിന്ന് വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എൻ്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും ഈ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എൻ്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പേ ഇവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഈ പൈസയുടെ കാര്യം ഷിയാസ് കരീം ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഷിയാസ് കരീം പറഞ്ഞു. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. ഷിയാസ് കരീം ഇതിൽ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 65 ലക്ഷം രൂപ മേടിച്ചിരിക്കുന്ന എന്തിൻ്റെ ബേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മ്. അതായത് ഷിയാസ് കരീം ഒരു പുതിയ ജിമ്മ് എന്തോ ഒരു ജിമ്മിൻ്റെ ആവശ്യത്തിനായിട്ട് അതിൻ്റെ കുറേ എക്യുപ്മെൻറ്റ്സ് മേടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പല തവണയായിട്ട് പുള്ളിക്കാരുടെ ഇത് മേടിച്ചത്. അതിനുശേഷം വിവാഹ വാഗ്ദാനം കൊടുത്ത് പുള്ളിക്കാരി ഇതേപോലെ യൂസ് ചെയ്തു എന്നൊക്കെയാണ് പുള്ളിക്കാരുടെ പരാതിയിൽ പറയുന്നത്. ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ എന്റെ പേരിൽ ഇപ്പോൾ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിനു മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു, 10 എൻ്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പോൾ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ നിലപാടിൽ നിന്ന് ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എൻ്റെ കുടുംബം, എൻ്റെ എല്ലാ ഓക്കെ. തെറ്റ് ചെയ്തൊരു ആരാണ് ശിക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഷിയാസ് കരീമിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ ഓക്കെ, ഷിയാസ് കരീം അതിപ്പോൾ കള്ളക്കേസാണെങ്കിൽ ഓക്കെ സമ്മതിച്ചു. അല്ലാത്ത പക്ഷം ഇപ്പോൾ തെറ്റ് ആര് ചെയ്താലും അത് ശിക്ഷിക്കുക തന്നെ വേണം. ഇപ്പോൾ ഇതിനകത്ത് ഷിയാസ് കരീം പറയുന്നുണ്ട് 65 വയസ്സിൻ്റെ പ്രായം എന്നത് ഒരു കൺസിഡറേഷൻ അല്ല. അതായത് ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊരു ഏജ് ആണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. പിന്നെ ഷിയാസ് കരീം ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്, പൈസയുടെ കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് ബേസിക്കലി ഷിയാസ് ഈ പരാതിയിൽ പറയുന്നത് ഇതേപോലെ 65 ലക്ഷം രൂപ ഇതേപോലെ ജിം എക്യുപ്മെൻസിന് വേണ്ടിയിട്ട് പലതവണയായിട്ട് പല സമയത്തും സ്നേഹം നടിച്ച് മേടിച്ചെന്നാണ് പറയുന്നത്. എന്തായാലും ആ ന്യൂസും കൂടെ നമുക്കൊന്ന് കേൾക്കാം.
റിപ്പോർട്ടർ യുവതിയെ പ്രണയം നടിച്ച് പണം തട്ടിയെടുത്ത കേസിൽ റിയാലിറ്റി ഷോ താരം ബിഗ് ബോസ് താരം ഷിയാസ് കരീമിനെതിരെ കേസെടുത്തു. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഭീഷണിപ്പെടുത്തിയതിനുമാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രണയം നടിച്ച് 65 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു യുവതിയുടെ മൊഴി. ഈ പരാതി പ്രകാരം ഈ 65 ലക്ഷം രൂപ തിരിച്ചു ചോദിച്ച സമയത്ത് ഷിയാസ് കരീം ഭീഷണിപ്പെടുത്തുകയും അതായത് പുള്ളിക്കാരിയുടെ കുറേ ന്യൂഡ് പിക്ചേഴ്സൊക്കെ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് ഇതേപോലത്തെ ഒരു പരാതിയായിട്ട് വരാനുള്ള കാരണം. ശരൺ കൂടുതൽ വിവരങ്ങൾ നൽകാനുണ്ട്. ശരൺ, അപ്പോൾ ഈ യുവതിയുടെ പരാതിയുടെ കൂടുതൽ ഉള്ളടക്കം അതെന്താണെന്ന് വിശദമായി പറയൂ. അതോടൊപ്പം ഈ പോലീസ് കേസിന്റെ വിശദാംശങ്ങൾ കൂടി. ഷിയാസ് കരീമിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, പാലാരിവട്ടം പോലീസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ യുവതിയുടെ മൊഴി വിശദമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്ത്രീത്വത്തെ അവമാനിച്ചതിനും സാമ്പത്തിക വഞ്ചനയ്ക്കും ഭീഷണിപ്പെടുത്തിയതിനും പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസ് കോഴിക്കോട് പോലീസിനെ കൈമാറാനാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് കാരണം ഈ സംഭവ സ്ഥലം കോഴിക്കോടാണെന്നാണ്. അതായത് ഈ രണ്ട് പേരും കോഴിക്കോട് ഒരുമിച്ചുണ്ടായിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് 0 FIR രജിസ്റ്റർ ചെയ്ത ശേഷം ഇപ്പോൾ കോഴിക്കോട് പോലീസിനെ കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലാണ് പരാതി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ നേരെ കോഴിക്കോടിലോട്ട് കേസ് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ഇവർ തമ്മിൽ എന്തോ ആദ്യം ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഈ ഷിയാസ് കരീമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത സമയത്ത് ഷിയാസ് കരീം ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഈ സ്ത്രീനെ അറിയേ കൂടിയില്ലെന്നായിരുന്നു ആദ്യം ഷിയാസ് കരീമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത്. അങ്ങനെ പോലീസുകാരന് കുറേ മിസ്മാച്ച് തോന്നി. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അറിയാം, പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അതിനുശേഷം പോലീസുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഷിയാസ് കരീമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ കുറച്ച് മിസ്മാച്ച് ഉണ്ട്, പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ തന്നെ മിസ്മാച്ച് ഉണ്ട്. അങ്ങനെ രാവിലെ പുള്ളിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വിട്ടയക്കുകയായിരുന്നു. FIR ആദ്യം ഫയൽ ചെയ്തിട്ടില്ലായിരുന്നു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആയിരുന്നു FIR ഫയൽ ചെയ്തത്. എന്തായാലും ഇപ്പോൾ ഷിയാസ് കരീം എട്ടുകലപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നോൺ ബെയിലബിൾ ഒഫൻസ് ഒക്കെയാണ്. ഇപ്പോൾ ഷിയാസ് കരീമിനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അറസ്റ്റ് ചെയ്യാം, റിമാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് പുള്ളിക്കാൻ ഇപ്പോൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ബെയിൽ കിട്ടാനായിട്ട് തപ്പി നടക്കാൻ തോന്നുന്നു ഇപ്പോൾ. എന്തായാലും അതിന് മുന്നോട്ട് ഷിയാസ് കരീമിൻ്റെ ഒരു ഓഡിയോ ലീക്ക് ആയിട്ടുണ്ട്. ഇതൊരു ന്യൂസ് ചാനലാണ് ലീക്കാക്കിയത്. എന്തായാലും ആ ഓഡിയോയും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ഈ ഷിയാസ് കരീം ഈ പുള്ളിക്കാരായിട്ട് ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഓഡിയോ ഉണ്ട്. ആ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. എന്തായാലും എനിക്ക് തോന്നണം നീ ആരുമില്ല, നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ല മോന്തക്കിട്ട് അടിക്കൂട്ടോ. പിന്നെ നോമ്പോറെടുത്തണ്ടേ, പിന്നെ അവിടെ വർക്ക് എടുക്കുന്നുണ്ട്, പിന്നെ എക്യുപ്മെന്റ്സിന് അഡ്വാൻസ് കൊടുക്കണം. കണ്ടാ, ഇത് മറ്റേ പൈസ മേടിച്ച് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ജിം എക്യുപ്മെൻസിൻ്റെ ആവശ്യത്തിനായിട്ടാണ് പൈസ മേടിച്ചത്. അതിൻ്റെ ബേസിസ് ഇതും പറയുന്നുണ്ട്. എക്യുപ്മെൻസിന് പൈസ കൊടുക്കേണ്ട കാര്യവും പറയുന്നുണ്ട് ഷിയാസ് ഇന്നത്ത്. കോയമ്പത്തൂരിലും പോകേണ്ടി വരും ചിലപ്പോൾ നോമ്പിന്. മാഷാ അല്ലാ, ദുആ ചെയ്യട്ടാ. മറ്റേത് കിട്ടാണെ അയക്കട്ടെ എനിക്ക്. ഈ 1 പിന്നെ 10 തന്നായിട്ടാ ഒരുമിച്ച് തന്നാൽ മതി, അല്ലെങ്കിൽ പണി പാളും. തോന്നിലും വേണ്ട, മറ്റൊന്ന് തന്ന കയ്യില് പണിക്കാശ് പടപെടാന്ന് പണിയും ചെയ്ത് തീർക്കാലോ. പറയണ്ട, രാവിലെ തന്നെ ഒരു 10-35,000 രൂപ ഉമ്മ കൊടുത്ത്. ഇന്നലെയും വീട്ടിലെ സൈഡിൽ പണിയെടുക്കുന്നുണ്ട്. പറയണ്ട, ഇപ്പൊ തന്നെ ഒരു 1 ലക്ഷം രൂപ അടുത്തായി. എന്തൊരവസ്ഥയാണ് പഠിച്ചോ. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റഡി ആവുന്നതിനും വീണ്ടും ഓരോ പണികളായിട്ട് വരും വീട്ടിലെ. ഒന്നും പറയണ്ട, 1 ലക്ഷം രൂപ അത് എതിരെ പോയിന്ന് അറിഞ്ഞില്ല. ഈ ഓഡിയോയിൽ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഷിയാസ് കരീം പൈസ മേടിച്ചത് ഇതേപോലെ ജിമ്മിൻ്റെ ആവശ്യത്തിനായിട്ടാണ് പൈസ മേടിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ ഓഡിയോ ഇത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച ഓഡിയോ ആണ്. ഈ ഓഡിയോയിൽ വ്യക്തമായി മനസ്സിലായി ഇത് പുള്ളിക്കാരി തന്നെ ലീക്കാക്കിയതാണോ എന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ News 18 കേരളം എന്ന് പറഞ്ഞ ന്യൂസ് ചാനലിലാണ് ഈ നിലവിൽ ഈ ഓഡിയോ ഇവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂര് ഞാനാ പെട്ടിക്കടി, എൻ്റെ ഒരു പൈസ ഒന്നുമില്ല. ആദ്യമാടത്ത് പറയാൻ പറ്റും എൻ്റെ ഒരു പൈസ ഇല്ല. അതിരുമ്പോൾ ഇപ്പം എനിക്ക് പണിക്കാൻ നോക്കിയതാ, 1 ലക്ഷം രൂപ പണിക്കാശ് വാങ്ങാതെ ഞങ്ങൾ പറഞ്ഞു. ഇന്ന് പോടി വന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന്. മരണം വരെ ഞാൻ പറഞ്ഞു, നീ എൻ്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഉണ്ടാവും. മരിച്ചു പിന്നെ നമ്മൾ ആരും ശല്യപ്പെടുത്തില്ല. കൊഞ്ചല്ലേ ഈ ഒരു ഓഡിയോയാണ് സംശയം. എനിക്കിന്നത്തെ ഒറ്റ സംശയമുള്ളൂ. ഇന്ന് ഷിയാസ് കരീം പറയുന്നുണ്ട് എൻ്റെ ഉമ്മയുടെ പ്രായമുണ്ട്, ഏകദേശം ഈ സ്ത്രീക്ക് 65 അടുപ്പിച്ച് വയസ്സുണ്ടെന്ന് പറയുന്നുണ്ട്, എൻ്റെ ഉമ്മയുടെ പ്രായം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ത്രീനെ ഇങ്ങനെ ഡി എന്നാണോ വിളിക്കുന്നത്? അല്ലെ, ഒരു ഡൗട്ടാണ് എനിക്ക്. ഇനി അറിയാൻ പാടില്ല, ഇനി ഇവരെ ന്യൂസ് ചാനലുകാരെ ഇറക്കിയതാണ്.
ഇത് പക്ഷേ ഇന്നത്തെ കണ്ടിട്ട് ഇന്നത്തെ ഓഡിയോ കണ്ടിട്ട് ഇതേപോലത്തെ തന്നെ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സിന് മേടിക്കാൻ വേണ്ടി പൈസ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു 65 വയസ്സുള്ള ഒരാളായിട്ട് ഇങ്ങനെ സംസാരിക്കുമോ എനിക്കറിയത്തില്ല. എനിക്ക് ഞാനും എൻ്റെ കുടുംബം പിന്നെ ആരുള്ള ഞാൻ പറയാം. ഇപ്പൊ നിലവിൽ അത് പൊളിക്കും ചലക്കാതെ. അതെ അതെ ഞങ്ങൾ സേവിച്ചിടാം. അതെ വേറെന്താ പരിപാടി? ഇക്കുന്നൊക്കെ പുറത്ത് വെച്ച് ആരുടെ മുമ്പിൽ വിളിച്ചു വിളിക്കണടാ. ഓക്കെ ശിശു വാങ്ങിച്ചു. എന്തായാലും ഈ ഓഡിയോ ഒക്കെ എന്തായാലും ഷിയാസ് കരീമിൻ്റെ തന്നെയാണ്. ആ സൗണ്ട് കേട്ടാൽ നമുക്ക് വ്യക്തം മനസ്സിലാവും. പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഈ സാധനങ്ങളൊക്കെ ലീക്ക് ആക്കിയത്. എന്തായാലും ഇത് കേട്ടിട്ട് ഈ ഓഡിയോ കേട്ടിട്ട് ഷിയാസ് കരീമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തോ ഒരു പൊരുത്തക്കേട് ഉള്ള പോലെ ഫീൽ ചെയ്യുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഷിയാസ് കരീം പറയുന്നു, അതായത് 65 വയസ്സുള്ള ഒരാളാണ്, ഞാനല്ല മേടിച്ചത്, അതായത് എൻ്റെ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാരാണ്, എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും പല സ്വർണം വെച്ചിട്ടുണ്ട്, അങ്ങനെ ആ രീതിയിലാണ് ഷിയാസ് കരീം പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഓഡിയോയിൽ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്, അതായത് ജിം എക്യുപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പൈസ ഷിയാസ് കരീം മറ്റേ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് വ്യക്തമായി ഈ ഒരു ഓഡിയോ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഷിയാസ് കരീം രണ്ടാമത്തെ കാര്യം പറയുന്നത് ഈ സ്ത്രീ എന്ന് പറയുന്ന ആളൊരു 65 വയസ്സുള്ള ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ഓഡിയോക്കകത്ത് പറയുന്നുണ്ടെന്ന് കൊഞ്ചാടി പോടി എന്നൊക്കെ പറയുന്നുണ്ട്. 65 വയസ്സുള്ള ഒരാൾ, ഇത്രയും പ്രായം കുറഞ്ഞ ഒരാളെ, ആ ഒരു എനിക്ക് കോൺസെപ്റ്റ് മനസ്സിലാവുന്നില്ല ഷിയാസ് കരീം പറഞ്ഞത്. അപ്പോൾ ഈ ഷിയാസ് കരീം പറയുന്നതിൽ കുറേ പൊരുത്തക്കേടുണ്ട്. അപ്പോൾ ഏതാണെന്ന് അറിയത്തില്ല, എന്തായാലും കണ്ടറിയാം. എന്തായാലും ഷിയാസ് കരീം എനിക്കൊന്നും ഇപ്പോൾ വേറെ വീഡിയോ ഒന്നും ഇട്ടില്ല. എനിക്കൊന്ന് പുള്ളിക്കാരൻ ബെയിലിൻ്റെ കാര്യമായിട്ട് ഇപ്പോൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയായിരിക്കും. അപ്പോൾ എനിക്കൊന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബെയിൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇറങ്ങി നടക്കാം. അപ്പോൾ ഇതൊരു ആദ്യം ഇപ്പോൾ FIR ഫയൽ ചെയ്തിരിക്കുന്നത് നോൺ ബെയിലുള്ള ഒഫൻസ് എന്ന രീതിയിലാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും കണ്ടറിയാം. ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം.